പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് വൈദ്യദർശനം കുടുംബാംഗങ്ങളെ, ഞാനിപ്പോൾ നമ്മുടെ വയനാട്ടിലെ ഒരു വനത്തിലാണുള്ളത്. ഈ വനം എവിടെയാണെന്ന് കൃത്യം പറയാത്തതിൻ്റെ കാര്യം ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഈ ചെടിയൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഔഷധമൂല്യം ഉണ്ടെന്ന് ഉള്ള ഇതിൽ വന്ന് മൊത്തം നശിപ്പിച്ച് കളയുന്നതുകൊണ്ടാണ്. ഈ ചെടിയാണ് കാട്ടുനാരകം എന്ന് പറയുന്ന ചെടി. നമ്മുടെ വയനാടൻ കാടുകളിൽ വളരെ അപൂർവമായിട്ട് ചില സ്ഥലത്ത് മാത്രമാണ് കണ്ടുവരുന്നത്. ഈ ട്രൈബ്സൊക്കെ തന്നെ അവരുടെ ആഹാരത്തിലും അതേപോലെ തന്നെ അവരുടെ മെഡിസിനിലും ഒക്കെ ഈ കാട്ടുനാരകം ഉപയോഗിക്കും. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന കാട്ടിൽ ഒരു 10ഓളം ചുവടുകളാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുവച്ചിട്ടുള്ളൂ. നമ്മൾ കാട്ടിൽ പല ഭാഗത്ത് പോയിട്ടും ഇത് ധാരാളം കണ്ടിട്ടില്ല. ഇതുണ്ടോ, ഇതിപ്പോൾ ഇതിലെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഈ നാരങ്ങ ഉള്ള സമയത്ത് വന്ന് ഇതൊരു വീഡിയോ എടുക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നാരങ്ങ ഉള്ള സമയത്ത് വന്നത്. ഈ ചെടിയിൽ ധാരാളമായിട്ട് നാരങ്ങ അതിൻ്റെ ഇതുണ്ടായിട്ടുണ്ട്. അതുപോലെ ഉണ്ട്, ഇതുണ്ടോ, ഈ ചെടിയിൽ അതിൻ്റെ മൊട്ട്, നാരകത്തിൻ്റെ മൊട്ടുണ്ട്. ഇതൊരു 4 തൊട്ട് ഒരു 6 മീറ്ററൊക്കെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടി വർഗ്ഗത്തിൽപ്പെട്ടതാണ് നാരകം. നമ്മുടെ നാട്ടിലെ നാരകം പോലെ തന്നെ ഇതിൽ മുള്ളുണ്ട്. ഇത് റൂട്ടേസി സസ്യകുടുംബമാണിത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ അലങ്കാര ചെടിയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കാട്ടുനാരകം ട്രൈബ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ വാതഹര ഔഷധമായിട്ടും അതേപോലെ ചില നാട്ടുവൈദ്യന്മാർ ഈ പക്ഷാഘാതം പോലെയുള്ള നമ്മുടെ സ്ട്രോക്കൊക്കെ വന്നിട്ട് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ നാരകത്തിൻ്റെ ഈ ഇല കണ്ടോ, ഈ ഇല ഇടിച്ച് പിഴിഞ്ഞ് ഈ എത്ര നീര് കിട്ടുന്നു അത്രയും എള്ളെണ്ണ ചേർത്ത് അവർ മറ്റുള്ള മരുന്നുകൾ ചേർത്തിട്ട് ചിലതരം തൈലം ഉണ്ടാക്കിയാൽ ഈ സ്ട്രോക്ക് വന്ന് കൈകാലൊക്കെ ചലിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ നടക്കാനും ഒക്കെ കഴിയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാത്തരം വാതരോഗങ്ങൾക്കും ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുരുവുണ്ട്. ആ കുരുവിൽ നിന്ന് ഒരു എണ്ണ ഉണ്ടാക്കിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും വളരെ നല്ലൊരു ഔഷധച്ചെടിയാണ് കാട്ടുനാരകം. ഈ ചെടി നല്ല ഔഷധമാണെന്നുള്ള ഇത് പറഞ്ഞ് ഇതുപോലെയുള്ള നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതുപോലെ ചെടിയൊക്കെ കണ്ടാൽ കാട്ടിപ്പോയിട്ട് മൊത്തം വെട്ടിയൊന്നും എടുക്കാൻ പാടില്ല. അതിൻ്റെ തോല് വെട്ടാനോ വേര് മാന്താനോ ഒന്നും പറ്റില്ല. ശിഖരമൊക്കെ ഒടിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഔഷധത്തിലേക്ക് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ, വയനാട്.